ലേൺ ടു സേ നോ. ഇല്ല എന്ന് പറയാനുള്ള ധൈര്യം. സൗഹൃദം, സഹകരണ മനോഭാവം ഇവയെല്ലാം സമൂഹം വിലമതിക്കും. പക്ഷേ എല്ലാത്തിനും യെസ് പറയുന്ന ഒരാൾ പതുക്കെ തന്റെ സമയം, ഊർജം, ശ്രദ്ധ എല്ലാം നഷ്ടപ്പെടുത്തുന്നു. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങളുടെ ജീവിതം തകർക്കരുത്. ഇല്ല എന്ന് പറയാൻ മടിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാകാം. മറ്റുള്ളവർ വിഷമിക്കുമോ എന്ന പേടി, തെറ്റായി വിലയിരുത്തപ്പെടുമോ എന്ന ആശങ്ക, അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയം. ഇതെല്ലാം ചേർന്ന് നമ്മളെ യെസ് എന്ന് പറയാൻ പ്രേരിപ്പിക്കും. പക്ഷേ ഓരോ അനാവശ്യ അതേയും ഒരു പ്രധാന ഇല്ല ആയി മാറുന്നുണ്ട്. നിങ്ങളുടെ ലക്ഷ്യങ്ങളോട്, നിങ്ങളുടെ വിശ്രമത്തോട്, നിങ്ങളുടെ വളർച്ചയോട്. സ്വന്തം പരിധികൾ നിർണയിക്കുന്നത് പലർക്കും സ്വാർത്ഥതയായി തോന്നും. പക്ഷേ ബൗണ്ടറീസ് ഇല്ലാതെ ജീവിക്കുന്നത് ആത്മനാശമാണ്. സമയം പരിമിതമാണ്, ഊർജം പരിമിതമാണ്, എല്ലാം എല്ലാവർക്കും നൽകാൻ കഴിയില്ല. ഇത്തരം ബൗണ്ടറീസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന അതേകൾക്ക് മൂല്യം കൂടും. നിങ്ങൾ ചെയ്യുന്ന സഹായങ്ങൾ നിർബന്ധിതമല്ല, നിങ്ങൾ തിരഞ്ഞെടുത്തതായിരിക്കും. ഇല്ല എന്ന് പറയാൻ ദീർഘമായ വിശദീകരണങ്ങൾ ആവശ്യമില്ല. ചിലപ്പോൾ ലളിതമായ ഒരു വാചകം മതി. ഇപ്പോൾ ഇത് ചെയ്യാൻ കഴിയില്ല, ഇതെന്റെ പ്രയോറിറ്റിയല്ല, ഇതെനിക്ക് യോജിക്കുന്നില്ല. ഓരോ അതേയും നിങ്ങളുടെ ശ്രദ്ധയെ പകർത്തിക്കൊണ്ടുപോകുന്നു. പല കാര്യങ്ങളിൽ ശ്രദ്ധ ചിതറുമ്പോൾ ശരിയായ കാര്യങ്ങൾക്ക് സമയം കിട്ടാതെ പോകും. ശ്രദ്ധയെ സംരക്ഷിക്കുന്നത് അലസതയല്ല, അത് ബുദ്ധിയുള്ള ഊർജ ഉപയോഗമാണ്. ആദ്യമായി ഇല്ല എന്ന് പറയുമ്പോൾ അസ്വസ്ഥത തോന്നും, കുറ്റബോധം പോലും ഉണ്ടാകാം. പക്ഷേ സമയം കഴിഞ്ഞാൽ ചില മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെടും. നമുക്ക് കൂടുതൽ സമയം ലഭിക്കുന്നു, നമ്മുടെ സമ്മർദ്ദം കുറയുന്നു, നമ്മുടെ പ്രയോറിറ്റികൾ വ്യക്തമാകുന്നു, നമുക്ക് സ്വയം ബഹുമാനം തോന്നുന്നു. നിങ്ങൾ നിങ്ങളുടെ സമയം നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം കൂടുതൽ നിങ്ങളുടെ നിയന്ത്രണത്തിലാകും. എല്ലായ്പ്പോഴും അതേ പറയുന്ന ബന്ധങ്ങൾ ദീർഘകാലം നിലനിൽക്കണമെന്നില്ല. അവിടെ അടങ്ങിയിരിക്കുന്ന അതൃപ്തി ഒരിക്കൽ പുറത്തു വരും. ഇല്ല എന്ന് സത്യസന്ധമായി പറയുന്ന ബന്ധങ്ങളിലാണ് യഥാർത്ഥ ബഹുമാനം നിലനിൽക്കുന്നത്. എല്ലാത്തിനും അതേ പറയുന്ന ഒരാൾ സ്വന്തം ലക്ഷ്യങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ധൈര്യത്തോടെ ഇല്ല എന്ന് പറയുക. അത് നിങ്ങളുടെ ജീവിതത്തിന് നൽകുന്ന ഏറ്റവും വലിയ യെസ് ആയിരിക്കും.